ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഴിക്കടവ് അപകടവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ കള്ളപ്രചരണം നടത്തുന്ന ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും മാപ്പ് പറയണമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ചാവക്കാട് അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ അപകടമരണമായാണ് LDF കണ്ടത്. നിലമ്പൂർ വഴിക്കടവിലുണ്ടായത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച UDF സ്ഥാനാർത്ഥിയോട് സഹതാപം മാത്രമെന്നും KV അബ്ദുൽ ഖാദർ. വരന്തരപ്പള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ. ഭർത്താവ് കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കൊലപാതകം സംശയത്തെ തുടർന്ന്. ഇടവേളയ്ക്ക് ശേഷം തിരുവില്ലാമലയിൽ കോവിഡ് മരണം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വയോധികൻ മരിച്ചു. സംസ്കാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തി. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് വിശേഷിപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിന് മറുപടിയുമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ചാവക്കാട് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി അച്ഛനും മകനും മരിച്ച സംഭവം ചൂണ്ടിക്കാണിച്ചാണ് KV അബ്ദുൽ ഖാദറിന്റെ മറുപടി. 2011 ഓഗസ്റ്റ് 1 ചാവക്കാട് തെക്കൻ പലയൂരിൽ പ്രദേശവാസിയായ സുധീഷും മകൻ വാസുദേവും പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ ചവിട്ടി ഷോക്കേറ്റ് മരിച്ചത്. മകനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. ഈ അപകടത്തെ അന്ന് തങ്ങൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാതെ അപകടമരണമായി കണ്ടുവെന്നും അന്നത്തെ സ്ഥലം MLA കൂടിയായ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തെ, ഞാനന്ന് അവിടുത്തെ MLA ആണ്, പ്രതിപക്ഷ MLA ആണ്. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ വണ്ടികൾ തടയാൻ പോയില്ല. ഒരു തരത്തിലുള്ള പ്രതിഷേധവും നടത്തിയില്ല. കാരണം അതൊരു അപകടമാണ്. പക്ഷേ സമാനമായ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇതാ കിട്ടി ഒരു പിടിവള്ളി എന്ന മട്ടിൽ നടത്തിയത് തികഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള നെറുകേടാണ്. അത് ശരിക്കും പറഞ്ഞാൽ അപഹാസ്യമായ ഒരു പൊറാട്ട് നാടകമാണ് UDF സ്ഥാനാർത്ഥിയും നേതാക്കളും അവിടെ നടത്തിയത്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണോ ആ ഗവൺമെൻറ്റിനെതിരായിട്ട് അപകടങ്ങളെ ദുരുപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഒരു സ്ഥാനാർത്ഥി തന്നെ ഇത്തരമൊരു നിലപാടെടുക്കുന്നത് ശരിയല്ല. പാലയൂരിലെ അച്ഛന്റെയും മകന്റെയും അപകടമരണത്തിൽ പിതാവിന് ധാർമ്മിക ബാധ്യതയുണ്ട് എന്ന് ആര്യാടൻ ഷൗക്കത്ത് സമ്മതിക്കുമോ എന്നും KV അബ്ദുൽ ഖാദർ ചോദിച്ചു. ഇപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും മരണം വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന് ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങളും അന്ന് പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. പക്ഷെ അത്തരം നിലപാട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അവിടെ നിന്നല്ല, ഒരിടത്തും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ കാണുന്നത് മറിച്ചാണ്. അത് ശരിയായിട്ടുള്ളൊരു സമീപനമല്ല. നിലമ്പൂരിലെ വിദ്യാർത്ഥിയുടെ അപകടമരണം സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി കള്ളപ്രചരണം നടത്തുന്ന ആര്യാടൻ ഷൗക്കത്തും UDFും മാപ്പ് പറയണമെന്നും KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന 34 വയസ്സുള്ള ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. മരണവിവരമറിഞ്ഞ വീട്ടിലെത്തിയ പോലീസിന് ഇൻക്വസ്റ്റിനിടെ സംശയം തോന്നി. ഇതോടെ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംശയത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത്. സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത്. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലിസ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നിലവിൽ കുഞ്ഞുമോൻ പോലീസ് കസ്റ്റഡിയിലാണ്. ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ കൃത്യമായ മരണകാരണം അറിയാനാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
തിരുവില്ലാമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. തിരുവില്ലാമല പൂതനക്കര കിണറ്റിൻകര വീട്ടിൽ ശങ്കരനാരായണൻ ഉണ്ണിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇദ്ദേഹത്തിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിരുവില്ലാമല ഐവർ മഠത്തിൽ സംസ്കാരം നടത്തി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. സെക്രട്ടറി MP വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ VK ശിവദാസൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. വാടാനംകുറിശി ആരബി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ SSLC +2 LSS USS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ SSLCയും +2വും 2 അളവുകോലിൽ വിജയികളായിട്ടുള്ള ആളുകളെ അനുമോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഞാൻ SSLC ഇടത്തരത്തിൽ അന്നൊക്കെ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സാണ് അന്ന് കേവം, അതൊന്നും എത്തിയില്ല, എങ്കിലും പാസ്സായി കിട്ടി. അന്നത്തെ ധാരണ പ്രീ ഡിഗ്രി പഠിച്ചാൽ സംസ്കൃതത്തിൽ പഠിച്ചാൽ ഭാഷാപന്നാണ്. ചടങ്ങിൽ CP രാമൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനായ വൈശാഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജലജ ശശികുമാർ അനുമോദന സന്ദേശം നൽകി. പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മല്ലിക മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ആരബി കലാസമിതി പ്രസിഡന്റ് രമേശ് സ്വാഗതവും സെക്രട്ടറി രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കല്ലേക്കാട് AR പോലീസ് ക്യാമ്പിന് സമീപം പാതയോരത്തെ വഴിയോര കച്ചവടക്കാരുടെ ഷെഡ് തീ കത്തി നശിച്ചു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. തീപിടുത്തത്തിൽ 2 ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ആളപായമില്ല. ദിവസങ്ങളോളമായി വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന പെരുമ്പാമ്പിനെ രക്ഷപ്പെടുത്തി. വെള്ളാനിക്കര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിന് സമീപത്തെ വീട്ടിലാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് പെരുമ്പാമ്പ് വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നെത്തിയ റെസ്ക്യൂ വാച്ചർ നവാസ്, സർപ്പ വോളണ്ടിയർ ശരത് മാടക്കത്ര എന്നിവർ പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്തു. ഒരാഴ്ചയ്ക്ക് മേലെയായി പാമ്പ് വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. പെരുമ്പാമ്പിന്റെ ശരീരത്തിൽ വലയിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. മുറിവുകൾ പുഴുവരിച്ച നിലയിലാണ്. പെരുമ്പാമ്പിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ ആതിര നാരായണൻ, ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ അലീന എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പാമ്പിന് വിദഗ്ധ ചികിത്സ നൽകി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. മുറിവുകൾ ഭേദമായ ശേഷം ഉൾവനത്തിലേക്ക് വിടുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുത്തന്നൂർ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ S ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് S സുനേഷ് അധ്യക്ഷത വഹിച്ചു. തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PP ഉല്ലാസ്, കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M കൃഷ്ണദാസ്, K രഘു, KV കൃഷ്ണദാസ്, M ഷീബ, R വിഷ്ണുദാസ്, R ദിലീപ്, ലൈബ്രറിയൻ MC അർച്ചന എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി A നാരായണൻകുട്ടി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം റീന ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജൂൺ 29 നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായ പ്രസാദകൂട്ടിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ക്ഷേത്രം മാനേജർ, പ്രസാദമൂട്ട് കമ്മിറ്റി ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈമുക്കുമന്ന സുധീഷ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ 9-ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന മേളവും ഉണ്ടാകും. എല്ലാ ഭക്തജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി രവീന്ദ്രനുണ്ണി പറഞ്ഞു. 2014 കാലത്ത് നവീകരണ കലശം കഴിഞ്ഞ് മിഥുനമാസത്തിലെ മകരനക്ഷത്രത്തിലാണ് ഇപ്പോൾ നാം ഭഗവതിയുടെ പിറന്നാളായിട്ട് പ്രതിഷ്ഠാദിനം ആചരിച്ചു വരുന്നത്. ഏകദേശം 10-22 വർഷത്തോളമായി 2004-2005 വർഷത്തിലാണെന്ന് കരുതുന്നു. ആദ്യത്തെ പ്രതിഷ്ഠാദിന അന്നദാനം പ്രസാദൂട്ട് എല്ലാവരും വളരെ ഊഷ്മളമായി അതിൽ പങ്കുചേരുകയും ട്രസ്റ്റി ബോർഡ് ആ കാര്യങ്ങളിൽ സമയാസമയം തീരുമാനമെടുത്ത് പ്രതിഷ്ഠാദിന കമ്മിറ്റി
അന്നദാന കമ്മിറ്റി എല്ലാ വർഷവും രൂപീകരിച്ച് വളരെ ഉദാത്തമായും ഊഷ്മളമായും നടത്തി വരുന്നത്. പത്തിരിപ്പാല പ്രിയദർശിനി ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വന്ന വഴി മറക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് എത്തിപ്പെടാനാകൂ എന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി പറഞ്ഞു. ഒരു സ്കൂളിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും അത് സർക്കാർ വിദ്യാലയമാണെങ്കിൽ കൂടി നമുക്ക് ചെലവുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂണിഫോം എടുക്കണം, യൂണിഫോം ഇല്ലെങ്കിൽ മറ്റ് ഡ്രസ്സുകൾ എടുക്കണം, അതുപോലെ പുസ്തകങ്ങൾ വാങ്ങിക്കണം, മറ്റ് പഠനോപകരണങ്ങൾ വാങ്ങിക്കണം, പുതിയ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ യാത്രാ ചെലവുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ തന്നെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാലേ നടക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യം നമ്മുടെ നാട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പകലന്തിയോളം പണിയെടുത്താലും മാതാപിതാക്കൾക്ക് വീടിനകത്തെ ചെലവുകൾ നടത്തിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും ക്രമാതീതമായിട്ട് വില വർദ്ധിച്ചതുകൊണ്ട് തന്നെ. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിജയരാഘവൻ, AVM ബഷീർ, ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ റഷീദ്, UP രവി, രാമൻ തെക്കേക്കര, പാർവതി, ഇന്ദിര, ദീപ സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിൽ നടന്ന വിശേഷ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. മേൽശാന്തി കേശവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകൾ, കോട്ടയ്ക്കൽ സന്തോഷിന്റെ സംഗീതാർച്ചന എന്നിവയുണ്ടായി. ഓം ഓം വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിതായേ നമഃ. ഓം കാമേശ്വരമുഖാലോക അൽപതി ശ്രീ ഗണേശ്വരായേ നമഃ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീഹരി ഗിരീഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജയും ഹരിപത്തനാപുരത്തിന്റെ ഭക്തി പ്രഭാഷണവുമുണ്ടായി. തുടർന്ന് പ്രസാദകൂട്ടും നടന്നു. വൈകിട്ട് ദീപാരാധനയോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ സഹസ്രദീപം തെളിയിച്ചു. കലാമണ്ഡലം ദേവരാജന്റെ നേതൃത്വത്തിൽ 50ഓളം കലാകാരന്മാരുടെ പാണ്ഡിമേളവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, ട്രഷറർ രാമദാസ്, ജോയിന്റ് ട്രഷറർ രാവുണ്ണി, ഓഡിറ്റർ ശ്രീനാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, അജിത്, ജോയിന്റ് സെക്രട്ടറിമാരായ ഗോപികൃഷ്ണൻ, കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ചാങ്കത്ത്, രാജേഷ് വെള്ളോത്ത്, കാഞ്ഞിരങ്ങാട് മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ കാഞ്ഞൂർ വനക്കിൽ പോയി മത്സരിച്ച് തർക്കിച്ച് ഈ ക്ഷേത്രം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് വാദിച്ചേറ്റുവാങ്ങിയ 11 പേരിൽ ഒരാളാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വഴിക്കടവ് അപകടവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ കള്ളപ്രചരണം നടത്തുന്ന ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും മാപ്പു പറയണമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ചാവക്കാട് അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ അപകടമരണമായാണ് LDF കണ്ടത്. നിലമ്പൂർ വഴിക്കടവിലുണ്ടായത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച UDF സ്ഥാനാർത്ഥിയോട് സഹതാപം മാത്രമെന്നും KV അബ്ദുൾ ഖാദർ. വരന്തരപ്പള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ. ഭർത്താവ് കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കൊലപാതകം സംശയത്തെ തുടർന്ന്. ഇടവേളയ്ക്ക് ശേഷം തിരുവില്ലാമലയിൽ കോവിഡ് മരണം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വയോധികൻ മരിച്ചു. സംസ്കാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.